ഈ ആഴ്ചത്തെ OTT റിലീസുകളാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഓണം റിലീസായിട്ട് വന്ന സിനിമകളാണ് ഹൃദയപൂർവ്വം, ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് സിനിമകളും OTTയിൽ സ്ട്രീം ആയിട്ടുണ്ട്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി ലോക്കോടൊപ്പം മുന്നേറിയ സിനിമയാണ്. അപ്പം സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ സെപ്റ്റംബർ 26 സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ കല്യാണി പ്രദർശൻ കോംബോയിൽ വന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ഹൊറർ കോമഡി ജേണൽ വന്ന സിനിമയാണ് സുമതി വളവ് എന്ന് പറയുന്നത്. ആ ഒരു സിനിമ മിക്സഡ് റിവ്യൂ ആണെങ്കിൽ കൂടിയും ബോക്സ് ഓഫീസിൽ നല്ലപോലെ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. ഏകദേശം 20 കോടിയോളം സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയും 26 തന്നെ സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. C5ലാണ് സുമതി വളവ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. ബോളിവുഡിൽ ചെറിയ ബഡ്ജറ്റിൽ വന്ന് ഏകദേശം 500 കോടിയോളം കളക്ട് ചെയ്ത സിനിമയാണ് ഡഡക് 2 എന്ന് പറയുന്നത്. അത്യാവശ്യം റൊമാൻസും ആക്ഷനും ഒക്കെ ചേർന്ന സിനിമയായിരുന്നു. ഈ ഒരു സിനിമയും OTTയിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിലാണ് ഡഡക് 2 സ്ട്രീം ചെയ്തിരിക്കുന്നത്. അജയ് ദേവഗൺ, മൃണാൽ താക്കൂർ കോംബോയിൽ വന്ന സിനിമയാണ് സൺ ഓഫ് സർദാർ 2 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയും മിക്സഡ് റിവ്യൂ ഒക്കെ ആയിരുന്നു. സിനിമയും സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ചെറിയ മനോഹരമായ സിനിമയായിരുന്നു. സിനിമ മനോരമ മാക്സിൽ 26 സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ 2-3 സിനിമകളും റിലീസായിട്ടുണ്ട്, സീരീസുകളും റിലീസായിട്ടുണ്ട്. തുൾസ കിങ് സീസൺ 3 റിലീസായിട്ടുണ്ട്. സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ഒരു ഡ്രഗ് മാഫിയ കോംബോ വരുന്ന അതിൻ്റെ ആ ഒരു സീരീസിൻ്റെ 3ാമത്തെ പാർട്ട് റിലീസായിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുൾസ കിങ് സീസൺ 3 സ്ട്രീം ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർവലിൻ്റെ തന്നെ കോമിക്സ് ബേസ് ചെയ്തുള്ള ഒരു സിനിമയായിരുന്നു മാർവൽ സോംബി എന്ന് പറയുന്നത്. ഈ ഒരു സോംബി സീരീസും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTT റിലീസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.